بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. أما بعد. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിന് തൊട്ടു മുമ്പുള്ള ഷഅബാനിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. റമദാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ്സിലെ അവസരമാണ്. ഒരായുസ്സിൻ്റെ അവസരമാണ് യഥാർത്ഥത്തിൽ റമദാനിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പടക്കുകയും അവൻ ഉദ്ദേശിക്കുന്നതിന് ശ്രേഷ്ഠത നൽകുകയും ചെയ്യും. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ മാ കാന ലഹുമുൽ ഖിയറ. വറബ്ബുക യഖ്ലുഖ്, നിന്റെ റബ്ബ് പടക്കുകയും വയഖ്താർ, അവൻ തിരഞ്ഞെടുക്കുകയും ചെയ്യും. മാ കാന ലഹുമുൽ ഖിയറ, അവർക്ക് നന്മയേത് എന്ന് നിശ്ചയിക്കാൻ അവകാശമില്ല. അള്ളാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്നതിനെ പടക്കുകയും ഉദ്ദേശിക്കുന്നതിന് ശ്രേഷ്ഠത നൽകുകയും ചെയ്യുക. അള്ളാഹു കാലത്തെ പടക്കുകയും അതിൽ ചിലതിന് പ്രത്യേകത നിശ്ചയിക്കുകയും ചെയ്തു. അള്ളാഹു മനുഷ്യരെ പടക്കുകയും അവരിൽ ചിലരെ പ്രത്യേകക്കാരായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ നബിമാരെ അവൻ തിരഞ്ഞെടുത്തതുപോലെ, അതിൽ അവൻ്റെ റസൂലുകളെ പ്രത്യേകം തിരഞ്ഞെടുത്തതുപോലെ, അവരിൽ ഉലുൽ അസ്മിനെ 5 നബിമാരെ തിരഞ്ഞെടുത്തതുപോലെ, അവരിൽ 2 ഖലീലുകളെ ഇബ്രാഹിമിനെയും നമ്മുടെ നബിയെയും അലൈഹിം അസ്സലാത്തു വസ്സലാം തിരഞ്ഞെടുത്തതുപോലെ, അവരിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും ശ്രേഷ്ഠരായി തിരഞ്ഞെടുത്തതുപോലെ, അള്ളാഹു ഭൂമിയെ പടക്കുകയും അതിൽ മക്കയെ, മദീനയെ, ബൈത്തുൽ മഖ്ദിസിനെ ഒക്കെ തിരഞ്ഞെടുത്തതുപോലെ റമദാൻ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു അവൻ്റെ കിതാബ് അവതരിപ്പിക്കാനായി. അല്ല, അവൻ്റെ കിതാബുകൾ മുഴുവൻ അവതരിപ്പിക്കാനായി. റമദാനിലാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ മുഴുവൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ അവസാനത്തെ ഗ്രന്ഥമായ ഏറ്റവും ശ്രേഷ്ഠവും അന്ത്യനാൾ വരെ നിലനിൽക്കുന്നതുമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഖുർആനും അള്ളാഹു അവതരിപ്പിച്ചത് ഈ മാസത്തിലാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അള്ളാഹു റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിച്ചതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ഏതേത് നന്മയാകട്ടെ, ഏതേത് പുണ്യമാകട്ടെ, അള്ളാഹുവിൻ്റെ തൗഫീഖില്ല എങ്കിൽ, അവൻ്റെ സഹായമില്ല എങ്കിൽ അതൊന്നും തന്നെ നിർവഹിക്കുക നമുക്ക് സാധ്യമാവുകയില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖാണ് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് തേടുന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത്. അല്ലാഹുവേ, നന്മകൾ ചെയ്യാൻ നീ എനിക്ക് തൗഫീഖ് ചെയ്യണമേ. വതർക്കൽ മുൻകറാത്ത്, വെറുക്കപ്പെട്ട മോശമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ അല്ലാഹുവേ നീ എനിക്ക് തൗഫീഖ് ചെയ്യണമേ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സഹായിച്ചില്ല എങ്കിൽ നന്മകളിൽ മുന്നേറുക നമുക്ക് സാധ്യമല്ല. ഇസ്ലാമിനു ശേഷം, ഇസ്ലാമിൽ അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകിയതിനു ശേഷമുള്ള മറ്റൊരു ഹിദായത്താണെന്ത്? നന്മകളിലേക്ക് ഉള്ള ഹിദായത്ത്. ഒരു നന്മ ചെയ്യാൻ, അതിനെ തുടർന്ന് അടുത്ത നന്മ ചെയ്യാൻ ഉള്ള തൗഫീഖ്. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തൗഫീഖാണ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ഫർദായ നിസ്കാരങ്ങൾ നിർവഹിച്ച ആളുകളുണ്ട്, അതിനുശേഷമുള്ള സുന്നത്ത് നിർവഹിക്കുന്നവരുണ്ട്, നിർവഹിക്കാത്തവരുണ്ട്. ആർക്കാണ് അത് പ്രത്യേകമായി ചെയ്യാനുള്ള പ്രത്യേകമായ ഹിദായത്ത് ലഭിച്ചത്? ഇസ്ലാമിലേക്കുള്ള ഹിദായത്തിനു ശേഷം അത് നിർവഹിക്കുന്നവർക്കാണ്. ഫർദായ നിസ്കാരം നിർബന്ധമാണ്. നിസ്കരിച്ചില്ല എങ്കിൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. പക്ഷേ അതിനുശേഷം സുന്നത്തുകൾ നിർവഹിക്കാൻ
അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു ഹിദായത്തുണ്ട്. അതുപോലെ ഏത് അമലും, സുന്നത്തായ ഏത് അമലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുകയും അള്ളാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യേണ്ട കാര്യമാണ് നന്മകൾ പ്രവർത്തിക്കാനുള്ള കാര്യം. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൽ തവക്കുലാക്കുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് നമ്മൾ പലപ്പോഴായി കേൾക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നകും തവക്കൽതും അലല്ലാഹി ഹഖ തവക്കുലിഹി ലറുസിഖ്തും കമാ തുർസഖു അത്വയ്ർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാനൻ. അള്ളാഹുവിൽ നിങ്ങൾ യഥാവിധി തവക്കുലാക്കിയാൽ പക്ഷികൾക്ക് റിസ്ക് നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും. തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാനൻ. രാവിലെ വയറൊട്ടിയവരായി അവർ പുറത്തേക്ക് പോകുന്നു, വൈകുന്നേരം വയറ് നിറഞ്ഞ് തിരിച്ചു വരുന്നു. തവക്കുലിൻ്റെ അസ്ല് പഠിപ്പിക്കുന്ന ഹദീസാണ്. കാരണം ആ പക്ഷികൾ അവരെ കൊണ്ട് സാധിക്കുന്നത് ചെയ്യുന്നു. രാവിലെ പുറത്തിറങ്ങുന്നത് അതുകൊണ്ടാണ്. അള്ളാഹുൽ തവക്കുലാക്കുന്നു, അള്ളാഹു റിസ്ക് നൽകുന്നു. ഇതുപോലെ നമ്മൾ അള്ളാഹുൽ തവക്കുലാക്കുക. അള്ളാഹുവിൽ തവക്കുലാക്കുന്ന കാര്യം പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വന്നു ചേരുക ദുനിയാവിൻ്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും. കച്ചവടത്തിലും വിദ്യാഭ്യാസത്തിലും ജോലിയിലും റിസ്ഖിൻ്റെ കാര്യത്തിലും വിവാഹത്തിൻ്റെ കാര്യത്തിലും വീടിൻ്റെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും ഒക്കെ അള്ളാഹുവിൽ തവക്കുലാക്കുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അപകടങ്ങൾ വരാതിരിക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കുക. ശരിയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ മറന്നു പോകാൻ പാടില്ലാത്തൊരു തവക്കുലുണ്ട്. ഏതാണത്? ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖിന്, ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹുവിൽ തവക്കുലാക്കുക എന്നതാണ്. അതിന് അള്ളാഹുവിനോട് സഹായം തേടുക എന്നതാണ്. കാരണം അള്ളാഹു ഉദ്ദേശിച്ചില്ല എങ്കിൽ നമുക്ക് അതിന് സാധ്യമല്ല. ദീനിൻ്റെ കാര്യങ്ങളിൽ അള്ളാഹുവിന് തവക്കുലാക്കുക, ദീനിൻ്റെ കാര്യങ്ങളിൽ അള്ളാഹുവിൽ തവക്കുലാക്കുക, അള്ളാഹുവിനോട് സഹായം തേടുക. എങ്കിൽ റമദാനിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിനോട് റമദാനിൽ നല്ല നിലക്ക് അവന് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി ചോദിക്കുക എന്നത്. അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പും അതിനുശേഷം അവൻ അതിനുശേഷം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പുണ്യകരമായ കാര്യങ്ങളും ചെയ്യാൻ, അള്ളാഹു ഫർദാക്കിയ നോമ്പ് അതിൻ്റെ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ പാലിച്ച് ചെയ്യാൻ, അതിനു പുറമെ രാത്രി നിസ്കാരങ്ങളും സദഖയും ഖുർആൻ പാരായണവും ഇഅ്തികാഫും ദിക്റുകളും ഒക്കെ ചെയ്യാനുള്ള തൗഫീഖിന് അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, റമദാനിൽ നാവ് നിയന്ത്രിക്കാൻ, അവയവങ്ങൾ നിയന്ത്രിക്കാൻ, തിന്മകൾ ചെയ്യാതിരിക്കാൻ, അതിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കാൻ അള്ളാഹുവിനോട് ചോദിക്കുക. ഇത് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. റമദാൻ അടുത്തതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ മജ്ലിസിൽ ഉദ്ദേശിക്കുന്നത് റമദാനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിധിവിലക്കുകൾ മനസ്സിലാക്കുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും ഈ റമദാനിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവൻ നിർബന്ധമാക്കിയതും അവൻ പുണ്യമായി നിശ്ചയിച്ചിട്ടുള്ളതുമായ കർമ്മങ്ങൾ നിർവഹിക്കാനും നമുക്കേവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم بلغنا رمضان، اللهم بلغنا رمضان، اللهم بلغنا رمضان ونحن في صحة وعافية، ووفقنا فيه للصيام والقيام وقراءة القرآن وللأعمال التي تحبها وترضى عنها يا رب العالمين. റമദാനുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത് എന്താണ് നോമ്പിൻ്റെ വിധി, നോമ്പിൻ്റെ ഹുക്ം എന്താണ്? നോമ്പ്, റമദാനിലെ നോമ്പ് അത് വാജിബാണ്, നിർബന്ധമാണ് എന്നു മാത്രമല്ല ഇസ്ലാമിൻ്റെ റുക്നുകളിൽ ഒന്നാണ്. ഇസ്ലാമിൻ്റെ 5 അടിത്തറകളിൽ, 5 അവിഭാജ്യ ഘടകങ്ങളിൽ, അടിസ്ഥാന സ്തംഭങ്ങളിൽ ഒന്നാണ് നോമ്പ്. നോക്കൂ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, കുതിബ അലൈക്കുമുസ് സിയാം, അല്ലാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ലഅല്ലക്കും തത്തഖൂൻ,
നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകാൻ വേണ്ടി. അതുപോലെ അള്ളാഹു പറഞ്ഞു, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹ്. റമദാനിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്, ജനങ്ങൾക്ക് സന്മാർഗമായിക്കൊണ്ട്, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നതായിക്കൊണ്ട്, അതുപോലെ സന്മാർഗത്തിൻ്റെ വ്യക്തമായ തെളിവുകളായിക്കൊണ്ട്. അതുകൊണ്ട് ആര് ആ മാസത്തിൽ സന്നിഹിതനായോ ഫൽയസും, അവൻ ആ മാസത്തിൽ നോമ്പ് നോറ്റുകൊള്ളട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വഇഖാമിസ് സ്വലാത്തി വഇതാഇ സകാത്തി വസൗമി റമദാന വൽ ഹജ്ജ്. ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് 5 കാര്യങ്ങളിന്മേലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ തിരുദൂതനാണെന്ന സാക്ഷ്യം. വ ഇഖാമത്തി സ്വലാ, അതുപോലെ നിസ്കാരം നിലനിർത്തുക, 5 നേരത്തെ നിസ്കാരം. വ ഇതാഇ സകാത്ത്, സകാത്ത് കൊടുത്തു വിട്ടുക. വ സൗമി റമദാൻ, റമദാനിൽ നോമ്പ് നോൽക്കുക. വൽ ഹജ്ജ്, അതുപോലെ ഹജ്ജും. അപ്പോൾ നോക്കൂ, ഇതാണ് നോമ്പിൻ്റെ വിധി. നോമ്പ് നിർബന്ധമാണ്, അത് ഇസ്ലാമിൻ്റെ റുക്നാണ്, അത് ഒഴിവാക്കുക പാടില്ല. എന്താണ് നോമ്പ് നിഷേധിച്ചവൻ്റെ വിധി എന്താണ്? നോമ്പില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ, നോമ്പിനെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ്റെ വിധി എന്താണ്? ആരെങ്കിലും നോമ്പെന്നൊരു കർമ്മം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ, അവൻ അതോടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അവൻ കാഫറായി തീരും. ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തുപോയി തീരും, ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തു പോകും, അവൻ മുർത്തദ്ദായി തീരും. അങ്ങനെ പറയുന്നവരുണ്ടോ? അങ്ങനെ പറയുന്നവരുണ്ട്. ഹദീസ് പ്രമാണമല്ല എന്ന് പറയുന്നവർ നോമ്പ് വേണ്ട എന്ന് പറയുന്നവരാണ്. ഹദീസ് പ്രമാണമല്ല എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അവർ എത്തിപ്പെട്ട പല ഇസ്ലാമിൽ നിന്ന് ബഹുദൂരം അകലെയുള്ള വാദങ്ങളുണ്ട്. അതായത് സർവ്വമതവും എല്ലാ മതങ്ങളും ഒന്നാണ്, സർവ്വമത സത്യവാദം പോലെയുള്ള വാദങ്ങളിൽ അവരെത്തിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അവരുടെ വാദങ്ങളിൽ ഒന്നാണ് എന്ത്? നോമ്പ് വേണ്ടതില്ല. മനസ്സിലായില്ലേ? നിസ്കാരം 3 എന്ന് പറഞ്ഞു, പിന്നെ അല്പം കഴിഞ്ഞ് പറഞ്ഞു ഇല്ല, നിസ്കാരം എന്നൊരു സംഗതി തന്നെ ഇല്ല, അള്ളാഹുവിനെ മനസ്സിലിങ്ങനെ ഓർത്താൽ മതി. അതുപോലെ നോമ്പിനെ നിഷേധിച്ചു. അങ്ങനെ നോമ്പിനെ ആരെങ്കിലും നിഷേധിച്ചാൽ, ഹദീസ് നിഷേധികളാകട്ടെ അല്ലാത്തവരാകട്ടെ, അവൻ്റെ വിധി എന്താണ്? അവൻ ഇസ്ലാമിൽ നിന്ന് അതോടെ പുറത്തു പോകും, ഇസ്ലാമിൽ നിന്ന് അതോടെ അവൻ പുറത്തു പോകും. അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയ നോമ്പ് ഏതാണ്? അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പ് അത് റമദാനിലെ നോമ്പാണ്. അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പ് റമദാനിലെ നോമ്പാണ്. അതല്ലാത്ത മറ്റു വല്ല നോമ്പുകളും അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ടോ? ഇല്ല, മറ്റൊരു നോമ്പും നിർബന്ധമില്ല. ഒരാൾ സ്വയം നിർബന്ധമാക്കുകയോ അല്ലെങ്കിൽ റമദാനിൽ നോൽക്കാതെ വെക്കുകയോ അല്ലെങ്കിൽ നോമ്പ് കഫാറത്തായി പാപപരിഹാരമായി പശ്ചാത്താപമായി ഒരാൾക്ക് വരികയോ ചെയ്താൽ ഒഴികെ. സ്വയം നിർബന്ധമാക്കൽ എങ്ങനെയാണ്? എങ്ങനെയായിരിക്കും? നേർച്ചയാക്കുക, സുന്നത്തായൊരു നോമ്പ് നേർച്ച. ഒരാൾ പറയണം എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോക്കുമെന്ന് ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. നേർച്ച കൂടുതൽ അയാൾക്ക് വാജിബാണ്, നിർബന്ധമാണ്. അതല്ല എങ്കിൽ റമദാനിലെ നോമ്പ് ഒഴിവാക്കിയ ഒരാൾ ന്യായമായ കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കിയാൽ അത് പിന്നീടുള്ള ദിവസങ്ങളിൽ മറ്റേതെങ്കിലും ദിവസങ്ങളിൽ നോറ്റുപെട്ടണം. അതുപോലെ ചില പാപങ്ങൾക്ക് പരിഹാരമായി നോമ്പ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതല്ല എങ്കിൽ ബാക്കിയുള്ള നോമ്പുകളെല്ലാം അതിൻ്റെ വിധി എന്താണത്? പുണ്യകരമാണ്. ബാക്കിയുള്ള നോമ്പുകൾ അത് മുസ്തഹബാണ്, അത് പുണ്യകരമാണ്. റമദാനിലാണ് നോമ്പ് നിർബന്ധമാകുന്നത്. ശരി, റമദാനിന് മുൻപ് നോമ്പ് എടുക്കാം, ഏത് സമയത്ത് നോമ്പ് എടുക്കാം. പക്ഷേ റമദാനിന് തൊട്ടു മുമ്പ് നോമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണത്? റമദാനിൻ്റെ തൊട്ടു മുമ്പ് ഉള്ള ദിവസം നോമ്പെടുക്കാൻ പാടുണ്ടോ? റമദാനിന് തൊട്ടു മുമ്പുള്ള ദിവസം നോമ്പെടുക്കാൻ പാടുണ്ടോ? പാടില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാം, ലാ തുഖദ്ദിമു റമദാന ബിസൗമി യൗമിൻ വലാ യൗമൈൻ ഇല്ലാ അൻ യുവാഫിഖ ദാലിക സൗമൻ കാന യസൂമു അഹദുക്കും. ലാ തുഖദ്ദിമു റമദാൻ, നിങ്ങൾ റമദാനിന് തൊട്ടു മുമ്പ് നോമ്പെടുക്കരുത്. ലാ തുഖദ്ദിമു റമദാൻ ബിസൗമി യൗമിൻ വലാ യൗമൈൻ, റമദാനിന് തൊട്ടു മുമ്പുള്ള ഒരു ദിവസമോ 2 ദിവസമോ, റമദാൻ 1 തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, അങ്ങനെ നിങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല. ഇല്ലാ അൻ യുവാഫിഖ ദാലിക സൗമൻ കാന യസൂമുഹു അഹദുക്കും, ഒരാൾ നേരത്തെ ഒരു നോമ്പിങ്ങനെ എടുത്തു പോരുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ എല്ലാ തിങ്കളും വ്യാഴവും നോമ്പെടുക്കുന്ന ആളാണ്. അങ്ങനെ എടുത്തു വരുന്ന ഒരാൾ റമദാനിന് തൊട്ടു മുമ്പുള്ള ദിവസം ഷഅബാൻ 30 അല്ലെങ്കിൽ 29 എന്തായി വന്നു, തിങ്കളാഴ്ചയായി വന്നു അല്ലെങ്കിൽ വ്യാഴാഴ്ചയായി വന്നു, അയാൾക്ക് നോമ്പെടുക്കാം. അത് നേരത്തെ എടുത്തു വരുന്ന ആളാണ്. അല്ലെങ്കിൽ ഇടവട്ട ദിവസങ്ങളിൽ നോമ്പെടുത്തു വരുന്ന ആളാണ്. ഇപ്പോൾ റമദാനിന് തൊട്ടു മുമ്പുള്ള ദിവസം അങ്ങനെയായി. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഒഴികെ സാധാരണ നിലക്ക് എന്ത് ചെയ്യാൻ പാടില്ല, റമദാനിന് തൊട്ടു മുമ്പുള്ള ദിവസം 1 ദിവസമോ 2 ദിവസമോ നോമ്പെടുക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ് നമുക്ക് കാണാം, മൻ സാമൽ യൗമല്ലദീ യുശക്കു ഫീഹി ഫഖദ് അസാ അബൽ ഖാസിം. മൻ സാമൽ യൗം, ആരാണോ നോമ്പെടുത്തത് ഒരു ദിവസം, ഏത് ദിവസമാണ്, അല്ലദീ യുശക്കു ഫീഹി, നോമ്പാണോ അല്ലേ എന്ന് സംശയമുള്ള ദിവസം, അഥവാ ഈ ദിവസമാണ് റമദാനിന് തൊട്ടു മുമ്പുള്ള ദിവസം, ഫഖദ് അസാ അബൽ ഖാസിം, അങ്ങനെ ചെയ്തവൻ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയോട് ധിക്കാരം പ്രവർത്തിച്ചിരിക്കുന്നു, അനുസരണക്കേട് പ്രവർത്തിച്ചിരിക്കുന്നു. അമ്മാർ റളിയല്ലാഹു അൻഹു ആ ദിവസം ഒരു മൃഗത്തെ അറുത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ചില ആളുകൾ മാറി നിന്നു എന്നാണ്, നോമ്പായിരിക്കുമോ എന്ന് സംശയിച്ചിട്ടുണ്ട്. റമദാനിന് തൊട്ടു മുമ്പുള്ള ദിവസമാണ്. അപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു ഇത് പറയുന്നത്, ആരെങ്കിലും അങ്ങനെ നോമ്പെടുത്താൽ അവൻ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ധിക്കാരം പ്രവർത്തിച്ചിരിക്കുന്നു. അബൂദാവൂദും നസായിയും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നോക്കൂ, ഒരാൾ ഒരു നാട്ടിൽ നിന്ന് നോമ്പെടുത്ത് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോയി. അയാൾ നോമ്പെടുത്ത നാട്ടിലെ പോലെയല്ല എത്തിയ നാട്. അവിടെ ഒരു ദിവസം വൈകിട്ടോ അല്ലെങ്കിൽ നേരത്തെയോ ആണ് നോമ്പ് ആരംഭിച്ചത്. എന്തു ചെയ്യണം? ഒരാൾ നേരത്തെ നോമ്പ് തുടങ്ങിയ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്തു. പ്രവാസികൾക്കൊക്കെ പലപ്പോഴും സംഭവിക്കുന്നതാണ്. നേരത്തെ നോമ്പ് തുടങ്ങിയ നാട്ടിൽ നിന്ന് ഈ നാട്ടിലേക്ക് എത്തിയാൽ ചിലപ്പോൾ ഒരു ദിവസം വൈകിട്ടാകും നോമ്പ് ആരംഭിച്ചിട്ടുണ്ടാവുക. എന്താണ് ചെയ്യേണ്ടത്? ഒരു പക്ഷേ നേരത്തെ നോമ്പ് തുടങ്ങി അദ്ദേഹത്തിൻ്റെ നോമ്പ് 31-ാമത്തെ ദിവസമായി പോകും ഇവിടെയുള്ളവരുടെ കൂടെ. ഇവർക്ക് 30 ദിവസമാകുമ്പോൾ നോമ്പെടുത്താൽ എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അസ്സൗമു യൗമ യസ്സുമുന്നാസ് വൽ ഫിത്റു യൗമ യുഫ്തിറുന്നാസ്, ജനങ്ങൾ നോമ്പെടുക്കുന്ന ദിവസമാണ് നോമ്പ്, ജനങ്ങൾ പെരുന്നാളാക്കുന്ന ദിവസമാണ് പെരുന്നാൾ എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അയാൾ ഏത് നാട്ടിലാണോ എത്തിപ്പെട്ടത് അവരുടെ കൂടെ നോമ്പെടുക്കണം. 31 ആയാലും എന്ത് ചെയ്യുക? അവരുടെ കൂടെ നോമ്പെടുക്കുക. എന്നിട്ട് അവരുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുക. ഇനി തിരിച്ചു സംഭവിച്ചു, ഒരാൾ വൈകി നോമ്പ് തുടങ്ങിയ നാട്ടിൽ നിന്ന് നേരത്തെ നോമ്പ് തുടങ്ങിയ നാട്ടിലെത്തി. 28 നോമ്പാണ് ആൾക്ക് കിട്ടിയത്, പിറ്റേന്ന് പെരുന്നാളാണ്. എന്താണ് ചെയ്യേണ്ടത്? അസ്സൗമു യൗമ യസൂമുന്നാസ് വൽ ഫിത്റു യൗമ യുഫ്തിറുന്നാസ്, ജനങ്ങൾ നോമ്പെടുത്ത ദിവസമാണ് നോമ്പ്, ജനങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് പെരുന്നാൾ. ആളെന്ത് ചെയ്യുക? 28 ദിവസം മാത്രം നോമ്പെടുത്ത് പിറ്റേന്ന് ജനങ്ങളുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുക. പിന്നീട് നോമ്പെടുത്ത് വീട്ടുക, പിന്നീട് നോമ്പ് എടുത്ത് വീട്ടുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നീട് എത്രയാണ് നോമ്പെടുത്ത് വീട്ടേണ്ടത്? 2 നാട്ടിലും, അയാൾ വന്ന നാട്ടിലും എത്തിയ നാട്ടിലും
30 എങ്കിൽ ആൾ 30 നോമ്പെടുക്കണം. വന്ന നാട്ടിലും 30, അല്ലെങ്കിൽ എത്തിയ നാട്ടിലും വന്ന നാട്ടിലും 30, എത്തിയ നാട്ടിലും 30, 2 നാട്ടിലും 30 എന്ത് ചെയ്യണം? 30 നോമ്പ് പൂർത്തിയാക്കണം. ഏതെങ്കിലും ഒരു നാട്ടിൽ 29 29 മതി. ഏതെങ്കിലും ഒരു നാട്ടിൽ 29 എങ്കിൽ 29 മതി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആധുനിക പണ്ഡിതന്മാരിൽ ഷെയ്ഖ് ഇബ്നു ബാസ്, അതുപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുല്ലാഹ് തുടങ്ങിയ പണ്ഡിതന്മാരെല്ലാം ഈ അഭിപ്രായം ശരിവെച്ചത് കാണാം. ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം ശരിവെച്ചത് കാണാം. അല്ലാഹു തആല ആലം. ഇനി നോക്കൂ, എന്താണ് നോമ്പിൻ്റെ ഷർത്തുകൾ, നോമ്പിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ നിബന്ധന ഇസ്ലാം. ഒരാൾ മുസ്ലിം ആയിരിക്കണം. അവനിൽ നിന്നാണ് നോമ്പ് സഹീഹാവുക, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. അല്ലാഹു പറയുന്നു, വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറു ബില്ലാഹി വബിറസൂലിഹി വലാ യഅതൂന الصلاة ഇല്ലാ വഹും കുസാല വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും, അവരുടെ ദാനധർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ട് മാത്രമാണ്? ഇല്ല അന്നഹും കഫറു ബില്ലാഹി വബിറസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ റസൂലിലും അവർ അവിശ്വസിച്ചത് കാരണത്താൽ. അള്ളാഹുവിലും അവൻ്റെ റസൂലിലും അവിശ്വസിച്ചാൽ, അള്ളാഹുവിനെ അവൻ്റെ ദൂതരെയോ നിഷേധിച്ചാൽ അള്ളാഹു സദഖ സ്വീകരിക്കുകയില്ല, അള്ളാഹു പറയുകയാണ്. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള അമലുകൾ മുഴുവൻ. وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. അള്ളാഹു പറയുന്നു, അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിലേക്ക് നാം ചൊല്ലുകയും അതിനെ നാം പാറിപ്പോയ ധൂളികൾ കണക്കാക്കി തീർക്കുകയും ചെയ്യും. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ, ഇസ്ലാമിലേക്ക് കടന്നു വരാത്തവർ, ഇസ്ലാമിനെ അവിശ്വസിച്ചവർ, അവരുടെ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, അതേസമയം ആ നോമ്പെടുക്കാത്തതിന് ഈ ദീനിൽ വിശ്വസിക്കാത്തവർക്ക് ശിക്ഷയുണ്ടോ? ശിക്ഷയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പ്രവർത്തിക്കാത്തതിന് ശിക്ഷയുണ്ട്. ഏതിൻ്റെ കൂടെ? കുഫറിൻ്റെ ശിക്ഷയോടൊപ്പം, കുഫറിനുള്ള ശിക്ഷയോടൊപ്പം. അതേസമയം ആ കുഫറിലായിരിക്കെ അത് നിർവഹിച്ചാൽ അത് സ്വീകരിക്കപ്പെടുകയുമില്ല. മറിച്ച് അവരുടെ മേൽ നിർബന്ധം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് സാക്ഷ്യം വഹിക്കുക, എന്നിട്ട് നോമ്പെടുക്കുക. അതാണ് അവരുടെ റബ്ബായ അള്ളാഹു അവർക്ക് നിർബന്ധമാക്കിയത്. ഇസ്ലാമിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ഇസ്ലാമിൽ വിശ്വസിക്കാത്തതിന് ഉള്ള ശാശ്വത ശിക്ഷക്കൊപ്പം അള്ളാഹു കൽപ്പിച്ച നിസ്കാരവും നോമ്പുമെല്ലാം വിട്ടുകളഞ്ഞതിനുള്ള ശിക്ഷയുമുണ്ട്. സുബ്ഹാനല്ലാഹ്. അതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് നരകക്കാരെ കുറിച്ച്, മാ സലകകും ഫീ സഖർ, എന്താണ് നിങ്ങളെ ഈ സഖറാകുന്ന നരകത്തിൽ ചാടിച്ചത്? ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകുന്നവരായിരുന്നില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, തെറ്റിൽ ബാത്തിലിൽ അവിശ്വാസത്തിൽ മുഴുകിയവരുടെ കൂടെ ഞങ്ങളും മുഴുകിപ്പോയി. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഞങ്ങൾ പരലോകത്തെ നിഷേധിച്ചവരായിരുന്നു. പരലോകത്തെ നിഷേധിച്ചവരാണ്. പക്ഷെ എന്തേ നിങ്ങൾ നരകത്തിൽപ്പെട്ടത് എന്നതിനുള്ള മറുപടി എന്താണ്? ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല, ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണമേകിയിരുന്നില്ല. പരലോകത്തിൽ വിശ്വസിക്കാത്തവൻ ആ വിശ്വാസത്തിൽ തുടർന്നുകൊണ്ട് പാവങ്ങൾക്ക് ഭക്ഷണം നൽകുകയോ നിസ്കരിക്കുകയോ നോമ്പെടുക്കുകയോ ചെയ്താലോ അള്ളാഹുവിൽ സ്വീകാര്യമല്ല. അതോടൊപ്പം ആ കുഫറിൽ മരിച്ചാൽ അതിൻ്റെ ശിക്ഷയോടൊപ്പം അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാത്തതിനും ശിക്ഷയുണ്ട്. നമുക്ക് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, الذين كفروا وصدوا عن سبيل الله زدناهم عذابا فوق العذاب بما كانوا يفسدون. അവിശ്വസിച്ചവർ എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞവർ. നോക്കൂ, കുഫറിൽ ആണ്ടുപോവുക, കുഫറിൽ അകപ്പെടുക, ഇസ്ലാമിൽ നിന്ന് പുറത്താവുക എന്നത് പുറമെ എന്തുകൂടി ചെയ്യുന്നു? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യുന്നു. അവർക്ക് നാം എന്ത് ശിക്ഷ നൽകും? സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബ്, അള്ളാഹു പറയുന്നു അവരുടെ ശിക്ഷക്കുമേൽ നാം ശിക്ഷ നൽകും. ബിമാ കാനൂ യുഫ്സിദൂൻ, അവർ കുഴപ്പമുണ്ടാക്കിയത് കാരണത്താൽ എന്ന് പറഞ്ഞാൽ അവർക്ക് കുഫറിനോടൊപ്പം ഈ തിന്മകൾക്കുള്ള ശിക്ഷ. അതുകൊണ്ടാണ് നോമ്പ് യഥാർത്ഥത്തിൽ
മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായതുപോലെ അവർക്ക് നിർബന്ധമാണ്. പക്ഷെ നോമ്പിന് മുമ്പേ അവർക്ക് നിർബന്ധമായ എന്തുണ്ട്? ഇസ്ലാം സ്വീകരിക്കുന്നത്. ഹറാമുകളും അങ്ങനെ തന്നെ. മദ്യം നമുക്ക് ഹറാമാണ്, അവർക്ക് ഹലാലാണോ? മദ്യം കിട്ടിയാൽ ശരി മറ്റവന് കൊടുത്തേക്കാം എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. പലിശ നമുക്ക് ഹറാം, അവർക്ക് ഹലാലുമാണോ? അവന് കൊടുത്തേക്കാം എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഹറാമായത് അവർക്കും ഹറാമതൻ. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ഹറാമാക്കിയത് അവർക്കെല്ലാവർക്കുമാണ്, എല്ലാവർക്കുമാണ്. എന്നിട്ട് അള്ളാഹു ഹറാമാക്കിയതിൽ ഒരുവൻ പതിച്ചാൽ അവൻ ഇസ്ലാം സ്വീകരിക്കാത്തതിൻ്റെ, കുഫറിൽ ജീവിച്ചതിൻ്റെ ശിക്ഷക്കൊപ്പം അള്ളാഹു വിലക്കിയത് ബാക്കിയുള്ളത് ചെയ്തതിൻ്റെ ശിക്ഷ കൂടി ഉണ്ടാകും. അള്ളാഹു വാജിബാക്കിയത് ഉപേക്ഷിച്ച ശിക്ഷ കൂടി ഉണ്ടാകും. അപ്പോൾ ഈ ഷർത്ത്, നോമ്പിൻ്റെ ഷർത്തുകളിൽ ഒന്നാമത്തേത് പഠിക്കുമ്പോൾ നമ്മൾ അക്കാര്യം മനസ്സിലാക്കുക. ഇസ്ലാം അത് ഒന്നാമത്തെ ഷർത്താണ്. രണ്ടാമത്തെ ഷർത്ത് തെക്ലീഫാണ്. തെക്ലീഫ് എന്നാൽ മതവിധികൾ ബാധകമാകുന്നവനായിരിക്കണം. ആർക്കാണ് മതവിധി ബാധകമാവുക? പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഒരുവൻ, പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഒരാൾക്ക്. എന്താണ് അതിൻ്റെ വിപരീതം? പ്രായപൂർത്തിയാകാത്തവർ, അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധമല്ല. ബുദ്ധി നീങ്ങിപ്പോയവർ, ഭ്രാന്ത് കൊണ്ടോ അല്ലെങ്കിൽ ബോധക്ഷയം കൊണ്ടോ ഒക്കെ ബുദ്ധി നീങ്ങിപ്പോയവർ, നസലുല്ലാഹുൽ ആഫിയ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ നോമ്പ് നിർബന്ധമാവുകയില്ല. അതേസമയം പ്രായപൂർത്തി എത്തിയാൽ നോമ്പ് നിർബന്ധമാകും. നോക്കൂ നിങ്ങൾ, നമ്മുടെ കുട്ടികൾ, അവർക്ക് പ്രായപൂർത്തിയായാൽ അവരെ കൊണ്ട് നോമ്പെടുപ്പിക്കണം. പ്രായപൂർത്തിക്ക് മുൻപേ അവരെ കൊണ്ട് നോമ്പ് ശീലിപ്പിക്കണം. അത് തർബിയത്തിൻ്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ അതിന് സാധിക്കുന്ന പ്രായമെത്തിയാൽ, ഇത് കഴിയും എന്ന ഒരു പ്രായമെത്തിയാൽ അവർക്ക് യഥാർത്ഥത്തിൽ പ്രായപൂർത്തിയായിട്ടില്ല എങ്കിലും നോമ്പ് ശീലിപ്പിച്ചു കൊണ്ടുവരിക. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരിലെ വനിതകൾ പറയുന്നത് കാണാം, കുന്ന നസൂം വനുസവ്വിമു സബ്യാനന. സുന്നത്ത് നോമ്പിനെ, ആശുറ നോമ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ ആശുറ നോമ്പെടുക്കും. വനുസവ്വിമു സബ്യാനന, ഞങ്ങളുടെ കുട്ടികളെ നോമ്പെടുപ്പിക്കും. എന്നിട്ട് കളിപ്പാട്ടങ്ങൾ കൊടുക്കും. എന്തിനാണ്? അവർ കരയുമ്പോൾ അത് ശ്രദ്ധ മാറ്റാൻ വേണ്ടി. അങ്ങനെ എങ്ങനെയെങ്കിലും നോമ്പ് പൂർത്തിയാക്കിപ്പിക്കും. ഇതാരെ കൊണ്ടാണ്? അതിന് സാധിക്കുന്ന കുട്ടികൾ, തീരെ ചെറിയ കുട്ടികൾ, അതിന് സാധിക്കാത്ത മക്കളുണ്ടാവും, അവർക്കൊണ്ട് അങ്ങനെ ചെയ്യിക്കാൻ പാടില്ല. അതേസമയം കുട്ടികൾ പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് തന്നെ നോമ്പ് സാധിക്കുന്ന സമയം വരും. ചിലപ്പോൾ ഒരു നോമ്പ് ഒക്കെ പറ്റും, ചിലപ്പോൾ 2 നോമ്പ് പറ്റും, 3 നോമ്പൊക്കെ പറ്റും, ചിലപ്പോൾ ഒരു പകുതിയൊക്കെ എടുക്കാൻ പറ്റും. എങ്കിൽ അങ്ങനെ കുട്ടികളെ ശീലിപ്പിച്ച് കൊണ്ടുവരിക, അതിനോട് ഇഷ്ടമുണ്ടാക്കുക എന്നത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇക്കാലത്ത് സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ഇഷ്ടമുണ്ടാക്കുക എന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതിനോട് അവർക്ക് സ്നേഹമുണ്ടാക്കുക. നോക്കൂ, ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വസ്ത്രമാണ്, ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ്. അല്ലെങ്കിൽ നോക്കി, ഇത് അള്ളാഹു വെറുക്കുന്ന പ്രവർത്തനം, അത് ചെയ്യരുത്. ഇങ്ങനെ അതിനോട്, അള്ളാഹു കൽപ്പിച്ച പ്രവർത്തനങ്ങളോട് ഇഷ്ടമുണ്ടാക്കിക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹുവാണ് അവരുടെ മനസ്സിൽ ഖൈറായ കാര്യങ്ങളോട് ഇഷ്ടമുണ്ടാക്കേണ്ടത്. അതുകൊണ്ട് കുട്ടിയുടെ പ്രായപൂർത്തി ആയാൽ കുട്ടിക്ക് നോമ്പ് നിർബന്ധമാകും. എപ്പോഴാണ് പ്രായപൂർത്തിയാവുക? എന്താണ് പ്രായപൂർത്തിയുടെ അടയാളം? പ്രായപൂർത്തിയുടെ അടയാളം 3 കാര്യങ്ങളാണ്. ഈ 3-ൽ 1 സംഭവിച്ചാൽ പ്രായപൂർത്തിയായി. 3-ൽ ഏതെങ്കിലും 1 സംഭവിച്ചാൽ പ്രായപൂർത്തിയായി. ഒന്നുകിൽ 15 വയസ്സ് തികയുക, അല്ലെങ്കിൽ ബീജസ്ഖലനം ഉണ്ടാവുക, അല്ലെങ്കിൽ ഗുഹ്യഭാഗത്ത് കട്ടിയുള്ള രോമങ്ങൾ മുളക്കുക. ഈ 3-ൽ 1 കാര്യം ഉണ്ടായാൽ കുട്ടിക്ക് പ്രായപൂർത്തിയായിരിക്കുന്നു. പെൺകുട്ടികളാണ് എങ്കിൽ 4-മതൊരു കാര്യം കൂടിയുണ്ട്. എന്തായിരിക്കും അത്? ഹയം, ആർത്തവം ഉണ്ടാവുക. ഈ 4-ൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ കുട്ടി പ്രായപൂർത്തിയായി, കുട്ടി മുഖല്ലഫായിരിക്കുന്നു, ബാലിഗായിരിക്കുന്നു. വിധിവിലക്കുകൾ, ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ ബാധകമായിരിക്കുന്നു, മുതിർന്നയാളായിരിക്കുന്നു. അതുകൊണ്ട് ആ കാലമാകുമ്പോഴേക്കും അള്ളാഹുവിൻ്റെ ദീൻ പാലിക്കാൻ അവരെ പരിശീലിപ്പിച്ചു കൊണ്ടുവരിക രക്ഷിതാക്കളുടെ, മാതാപിതാക്കളുടെ ബാധ്യതയാണ്. ഇനി അതായിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, 15 വയസ്സായിട്ടുണ്ടാകും കുട്ടിക്ക്, 16 വയസ്സാണ്, എന്നാലും എൻ്റെ കുട്ടിക്ക് നോമ്പെടുക്കാൻ പറ്റില്ല, എൻ്റെ കുട്ടിക്ക് ഫജ്റിന് എഴുന്നേൽക്കാൻ സാധിക്കുകയില്ല
എന്ന രൂപത്തിൽ അവരോട് അള്ളാഹു നിശ്ചയിച്ച പരിധിക്കപ്പുറത്തുള്ള ലാളന കാണിക്കുക എന്നത് പാടില്ലാത്തതാണ്, അത് തെറ്റാണ്. ഇത് ചെയ്യുന്ന ആളുകൾക്കാണ് അതിൻ്റെ കുറ്റമുണ്ടാവുക, ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ കുറ്റമുണ്ടാകും. അതുപോലെ കുട്ടിക്ക് പ്രായപൂർത്തിയായാൽ കുട്ടിക്കും പിന്നെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അത് പാലിക്കാതിരുന്നാലുള്ള കുറ്റമുണ്ട്. അതുകൊണ്ട് മക്കളോട് നസീഹത്തുള്ള ആളുകൾ, ഗുണകാംക്ഷയുള്ള, അവർക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅിയതിഹി. നിങ്ങളിൽ ഓരോരുത്തരും റാഇൻ, കീഴിൽ പ്രജകളുള്ള ആളുകളാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅിയതിഹി, ഓരോരുത്തരും അവർക്ക് കീഴിലുള്ള ആളുകൾ ആരോ അവരെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അള്ളാഹു നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മളോട് ചോദ്യം ചെയ്യും. യുസീക്കും അല്ലാഹു ഫി ഔലാദിക്കും, അള്ളാഹു നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വസിയ്യത്ത് നൽകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു വസിയ്യത്ത് നൽകിയവരെ സൂക്ഷിക്കുക, അവരോട് സ്നേഹമുള്ളവനാണ് നമ്മൾ. ആ സ്നേഹം പ്രകടിപ്പിക്കണം, ആ സ്നേഹം കാണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്നേഹം കുട്ടികളോട് കാണിച്ചിരുന്നു. പക്ഷേ അതൊരിക്കലും റബ്ബിൻ്റെ ദീൻ പാലിക്കാതെ അവർ ഇരിക്കുമ്പോൾ അതിനോടൊന്നും മിണ്ടാത്ത അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. മറിച്ച് നേരെ തിരിച്ചെന്ത് ചെയ്യുക, ദുനിയാവ് വല്ലതും അവർക്ക് കൊടുത്തിട്ടായാലും ദീൻ പാലിക്കാൻ അവരെ പരിശീലിപ്പിക്കുക. അതിനാണ് മുദാറാത്ത് എന്ന് പറയുക. അതിന് വിപരീതമാണ് മുദാഹന. മുദാറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുനിയാവിന് എന്തെങ്കിലും കൊടുത്തിട്ടാണെങ്കിലും ദീൻ പാലിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കി തീർക്കുക. മുദാഹനത്തെ എന്താണ്? നേരെ തിരിച്ച് നമ്മുടെ ദുനിയാവ് വല്ലതും നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ച്, അല്ലെങ്കിൽ ദുനിയാവിൽ നിന്ന് വല്ലതും കിട്ടാൻ വേണ്ടി ദീനിൽ മായം ചേർക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പാടില്ലാത്തതാണ്. അതേസമയം മുദാറാത്ത് അത് നല്ല കാര്യമാണ്. ദുനിയാവ് കൊടുത്തിട്ടായാലും എന്ത് ചെയ്യുക, ദീൻ പാലിക്കാൻ പ്രേരണ ഉണ്ടാക്കുക. മുദാഹനത്ത് അല്ലാഹു വിലക്കി. വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. നബി അവരാഗ്രഹിക്കുന്നു താങ്കളൊന്ന് മായം ചേർത്തിരുന്നുവെങ്കിൽ ഫയുദ്ഹിനൂൻ, അവരും അപ്പോൾ മായം ചേർക്കാൻ തയ്യാറാകും, അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകും. അതേസമയം മുദാറാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റം ദാനം ചെയ്ത് ആളുകൾക്ക് ഈ ദീനിനോട് പ്രിയമുണ്ടായിരുന്നു. ചിലർ പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് വളരെ വെറുപ്പായിരുന്നു, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅതീനി, നബി എനിക്ക് തന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് ഏറ്റവും പ്രിയമുള്ളവരാ, എനിക്ക് ഏറ്റവും പ്രിയം ഉണ്ടായി, നബിയായി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, ഇസ്ലാമിനോട് അത്രയും ഇഷ്ടം ആളുകൾക്ക് ഉണ്ടായി. പ്രത്യേകിച്ച് ദുനിയാവിൽ അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ ഒരൽപ്പം വിശാലത കൊടുത്താൽ നമ്മൾ ദീൻ കൽപ്പിക്കുമ്പോൾ അവർ അത് പാലിക്കാൻ, അനുസരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. ദുനിയാവിൽ അള്ളാഹു ആളുകൾക്ക് അനുവദിച്ചതിൽ ഒരു വിശാലത, മക്കൾക്കും ഭാര്യമാർക്കുമെല്ലാം അള്ളാഹു അനുവദിച്ചതിൽ ഒരു വിശാലത നൽകിയാൽ, ഹറാമുകൾ വന്നാൽ അവരോട് ഇത് ചെയ്യരുതെന്ന് പറയുമ്പോൾ അവരതനുസരിക്കാൻ സാധ്യതയേറെയാണ്. അല്ലെങ്കിൽ അള്ളാഹു അനുവദിച്ചത് ഒന്നും കൊടുക്കില്ല എങ്കിൽ ഇത് പറ്റില്ല എന്ന് പറയാം, ഇയാളെപ്പോഴും ഇതന്നെ, അതും പറ്റൂല ഇതും പറ്റൂല, ഒന്നും തരൂല എന്ന രൂപത്തിൽ ആളുകൾ ചിന്തിക്കും. അതേസമയം ദുനിയാവിൽ നീ അവർക്ക് അള്ളാഹു അനുവദിച്ചിട്ടുള്ള ഒരു വിശാലത നൽകിയാൽ, ഹറാമുകൾ ചെയ്യരുത് എന്ന് നീ പറഞ്ഞാൽ അവർ മനസ്സിലാക്കും, നോക്കൂ നല്ലത് തരുന്ന ആളാണ്, കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ അനുവദിച്ചിരുന്ന ആളാണ് നമ്മളിപ്പോൾ എന്ന രൂപത്തിൽ അവർ ചിന്തിക്കുകയും ഹറാമുകൾ വിലക്കിയാൽ അത് പാലിക്കാൻ അപ്പോൾ സാധ്യതയേറുകയും ചെയ്യും. അക്കാര്യം നമ്മുടെ മക്കളെ, കുടുംബങ്ങളെ ദീനിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് ഈ വിശാലത ധാരാളമായി കാണാൻ കഴിയും. അള്ളാഹു അനുവദിച്ചതിൽ ഒരു വിശാലത നൽകുക, അള്ളാഹു അനുവദിച്ചത് അകാരണമായി വിലക്കാതിരിക്കുക. എങ്കിൽ അള്ളാഹു വിലക്കിയത് നീ വിലക്കുമ്പോൾ അതവർ സ്വീകരിക്കും, സാധ്യത കൂടുതലാണ്. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ്. അങ്ങനെ ആ രൂപത്തിൽ ഭാര്യമാരെയും മക്കളെയും എല്ലാം തർബിയത്ത് ചെയ്തെടുക്കാൻ സാധിക്കുക എന്നത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്, റൂഫിഅ അൽ ഖലമു അൻ തലാസ്, 3 കൂട്ടരിൽ നിന്ന് കലം ഉയർത്തപ്പെട്ടിരിക്കുന്നു, അഥവാ അവരുടെ അമലുകൾ രേഖപ്പെടുത്തുന്ന കലം, പേന ഉയർത്തപ്പെട്ടിരിക്കും. അനിൻ നാഇമി ഹത്താ യസ്തൈഖിദ്, ഉറങ്ങുന്നവൻ ഉണരുന്നത് വരെ. ഉറക്കത്തിൽ ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അയാൾ അതിന് അള്ളാഹുവിൽ ഉത്തരവാദിയല്ല. വാനി സഗീരി ഹത്താ യക്ബുർ, കുട്ടി വലുതാകുന്നത് വരെ, പ്രായപൂർത്തിയെത്തുന്നത് വരെ. വാനിൽ മജ്നൂനി ഹത്താ യഅഖിൽ, ഭ്രാന്തന്
ആ ഭ്രാന്ത് മാറി അവൻ്റെ ബുദ്ധി നേരെയാകുന്നത് വരെ. ഇമാം അബൂ ദാവൂദും നസായിയുമെല്ലാം ഉദ്ധരിച്ച ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസാണിത്. ഇനി നോക്കൂ, നോമ്പിൻ്റെ ഷർത്തുകളിൽ അതിൻ്റെ നിബന്ധനകൾ അടുത്തത് ഖുദ്റത്താണ്. അഥവാ നോമ്പെടുക്കാൻ ഒരാൾക്ക് കഴിവുണ്ടാകണം. നോമ്പെടുക്കാൻ സാധിക്കുന്നവൻ, ആരോഗ്യസ്ഥിതി കൊണ്ടോ മറ്റോ നോമ്പെടുക്കാൻ സാധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അയാൾക്ക് നിർബന്ധമില്ല. കാരണം അള്ളാഹു പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അള്ളാഹു ഒരു നഫ്സിനെയും അതിന് സാധിക്കുന്ന അതിൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ ഏൽപ്പിച്ചിട്ടില്ല. അതിന് വിപരീതമായി നമുക്ക് കാണാൻ സാധിക്കുന്ന പല കൂട്ടരുണ്ട്. അതിലൊരു കൂട്ടർ രോഗികളാണ്. രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമല്ല. രോഗം അവൻ്റെ നോമ്പെടുത്താൽ അവൻ്റെ ആരോഗ്യത്തിന് കാര്യമായ കുഴപ്പമുണ്ടാകും, മരണമോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് കാര്യമായ കുഴപ്പമോ ഉണ്ടാകുമെങ്കിൽ അവൻ നോമ്പെടുക്കുക പാടില്ല, ഹറാമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതേസമയം നോമ്പെടുത്താൽ ശരീരത്തിന് ആരോഗ്യത്തിന് കേടുപാടുകൾ സംഭവിക്കുകയില്ല, ഒരു പ്രയാസം മാത്രമേ ഉണ്ടാകൂ, എങ്കിലും അവന് നോമ്പ് ഒഴിവാക്കാം. അവന് നോമ്പ് ഒഴിവാക്കാനാണ് പുണ്യകരമായ കാര്യം, മുസ്തഹബ്, നല്ല കാര്യം അതാണ്. അതേസമയം വളരെ ചെറിയ പ്രയാസം മാത്രമേ ഉള്ളൂ, ഒരു പ്രയാസം എന്ന് പറഞ്ഞുകൂടാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ളതിൽ ഒരാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവില്ല. ഉദാഹരണത്തിന് വളരെ നിസ്സാരമായ ജലദോഷം, ഒരു നിസ്സാരമായ ജലദോഷമാണ് എങ്കിൽ ഒരാൾ അതിൻ്റെ പേരിൽ നോമ്പ് ഒഴിവാക്കുക പാടില്ല. നിസ്സാരമായ ജലദോഷത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതേസമയം ചില ആളുകൾക്ക് ചില ജലദോഷം വരും, അത് മറ്റുള്ള കടുത്ത രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുടെ പ്രയാസം പോലത്തെ പ്രയാസം ആ സമയത്ത് ചിലർ അനുഭവിക്കേണ്ടി വരും. അവന് നോമ്പ് ഒഴിവാക്കാം, യാതൊരു സംശയവുമില്ല, അവന് നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്. അപ്പോൾ രോഗികൾക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്. അള്ളാഹു ഖുർആനിൽ പറയുകയുണ്ടായി, ومن كان مريضا أو على سفر فعدة من أيام أخر. ഒരാൾ രോഗിയോ അല്ലെങ്കിൽ യാത്രക്കാരനോ ആണെങ്കിൽ അവൻ മറ്റേതെങ്കിലും ദിവസങ്ങളിൽ നോമ്പെടുത്തുകൊള്ളട്ടെ. അപ്പോൾ കഴിവ് ഉണ്ടാവുക എന്നതാണ് മറ്റൊരു ഷർത്ത്, മറ്റൊരു നിബന്ധന. നോമ്പിൻ്റെ ഷർത്തുകളിൽ അടുത്തത് ഒരാൾ മുഖീമായിരിക്കണം എന്നതാണ്. അതായത് ഒരാൾ നാട്ടിലുണ്ടായിരിക്കണം. യാത്രക്കാരന് നോമ്പ് നിർബന്ധമുണ്ടോ? യാത്രക്കാരന് നോമ്പെടുക്കുക നിർബന്ധമില്ല. ഒരു യാത്ര എന്ന് പറയാവുന്ന ഒരു ദൂരം ഒരാൾ സഞ്ചരിക്കുന്നുണ്ടോ എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് ഒഴിവാക്കാനുള്ള ഇളവുണ്ട്. യാത്രയിൽ നോമ്പ് ഒഴിവാക്കണമെങ്കിൽ പ്രയാസകരമായ യാത്രയായിരിക്കണമെന്നുണ്ടോ? അങ്ങനെയില്ല. യാത്രയായാൽ മതി. യാത്രയാണോ എങ്കിൽ അവന് നോമ്പ് ഒഴിവാക്കാനുള്ള ഇളവുണ്ട്. ചില പണ്ഡിതന്മാരോട് ചോദിച്ചു ഈ ചോദ്യം, നോമ്പ് ഒഴിവാക്കണമെങ്കിൽ അങ്ങനെയുള്ള യാത്ര അത് പ്രയാസകരമായ യാത്രയായിരിക്കണമെന്നുണ്ടോ? അപ്പം പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ചോദ്യം എന്ത് ചോദിച്ചതുപോലെയാണ്, പ്രയാസത്തിന് പ്രയാസം നിബന്ധനയുണ്ടോ എന്ന് ചോദിച്ചതുപോലെയാണ്. കാരണം യാത്ര തന്നെ ഒരു പ്രയാസമാണ്. യാത്ര എന്ന് പറയുന്നത് ഒരു പ്രയാസമാണ്. അതിലേറ്റവും ചുരുങ്ങിയത് എന്തുണ്ട്? നീ നിൻ്റെ പ്രിയപ്പെട്ടവരെ, നിൻ്റെ നാടിനെ ഒക്കെ വിട്ട് പോവുകയാണ് എന്നത് തന്നെ ആ പ്രയാസം തന്നെ, അത് വലിയ പ്രയാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ കൊല്ലപ്പെടുന്നതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞ പ്രയാസമാണ്. നാം അവർക്ക് വിധിച്ചിരുന്നുവെങ്കിൽ അനിഖ്തുലു അൻഫുസകും ഔ ഇഖ്റുജു മിൻ ദിയാരിക്കും, നാം അവർക്ക് വിധിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ നാട് വിട്ടു പോവുക എന്ന് നാം അവർക്ക് വിധിച്ചിരുന്നുവെങ്കിൽ അവരിൽ അല്പപേർ മാത്രമേ അത് പാലിക്കുകയുള്ളൂ. അള്ളാഹു എന്തിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞു? കൊല്ലപ്പെടുന്നതിൻ്റെ കൂടെ അവനവൻ്റെ നാട് വിട്ടു പോകുന്നതിനെ ചേർത്ത് പറയുകയുണ്ട്. അതുകൊണ്ടാണ് ചില തിന്മകൾക്ക് ശിക്ഷയായി നാടുകടത്തൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അത് പ്രയാസകരമായ കാര്യമായതുകൊണ്ടാണ്. പഴയ കാലത്തെ പണ്ഡിതന്മാർ ഇതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതായത് പഴയ കാലത്തെ പണ്ഡിതന്മാർ അവർ ചർച്ച ചെയ്ത മസലയാണ്, ഒരു രാജാവ് സഞ്ചരിക്കണം പല്ലക്കിൽ സഞ്ചരിക്കണം. അതായത് ആ കാലത്തെ വലിയ ആഡംബര വാഹനം അതാണ്.
ആളുകൾ ചുമന്ന് പോകുന്ന ഒരു പല്ലക്കിൽ ഒരു പ്രയാസമില്ലാതെ ഒരു രാജാവ് യാത്ര പോവുകയാണ്. അയാൾക്ക് നോമ്പ് ഒഴിവാക്കാനുള്ള ഇളവുണ്ടോ? നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്. അയാൾ യാത്രക്കാരനാണ്. യാത്ര പോകുന്ന ദൂരം സഞ്ചരിക്കുന്നുണ്ടോ? അയാൾ യാത്രക്കാരനാണ്. എന്നതുപോലെ ഇന്നത്തെ കാലത്ത് ഒരാൾ നല്ല ഒരു വാഹനത്തിൽ അയാൾ ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയാലും അയാൾ കയറിയതുപോലെ ഇറങ്ങാം, ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള യാത്ര ചെയ്യുന്നു. അയാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ടോ? യാത്ര എന്ന് പറയാവുന്ന ദൂരം ഒരാൾ സഞ്ചരിച്ചിട്ടുണ്ടോ എങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാനുള്ള ഇളവ് ഉണ്ട്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമൻ കാന മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. ആരെങ്കിലും രോഗിയാണോ അല്ലെങ്കിൽ യാത്രയിലാണോ അവൻ റമദാൻ അല്ലാത്ത മറ്റുള്ള ദിവസങ്ങളിൽ നോമ്പെടുത്തു കൊള്ളട്ടെ. നോമ്പിൻ്റെ ഷർത്തുകളിൽ അടുത്തത് സവാലുൽ മാനിഅ. നോമ്പ് നോൽക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങുക. നോമ്പ് നോൽക്കാനുള്ള തടസ്സമാണ് ഉദാഹരണത്തിന് ഹയം. സ്ത്രീ ആർത്തവകാരിയായിരിക്കുക. അവൾക്ക് ആരോഗ്യമുണ്ടോ? ആരോഗ്യമുണ്ട്. മുസ്ലിമാണ്. പ്രായപൂർത്തിയെത്തിയിട്ടുണ്ട്. ബുദ്ധിയുണ്ടോ? ബുദ്ധിയുണ്ട്. നാട്ടിലുണ്ട്. പക്ഷെ എന്താണ് ഇവിടെ ഒരു തടസ്സം വന്നിരിക്കുന്നു. ആ തടസ്സം ഉണ്ടായാൽ നോമ്പ് എടുത്തുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ ഇദാ ഹാദത് ലം തുസല്ലി വലം തസും. സ്ത്രീകൾ അവർക്ക് ആർത്തവമുണ്ടായാൽ അവർ നിസ്കരിക്കുകയോ നോമ്പെടുക്കുകയോ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് ഈ സമയത്ത് നോമ്പെടുക്കുക പാടില്ല, നിസ്കരിക്കാനും പാടില്ല. അതേസമയം വീട്ടുന്ന കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. നിസ്കാരം ആർത്തവ കാലത്ത് ഒഴിവാക്കിയത് പിന്നീട് നിസ്കരിച്ചു വീട്ടേണ്ടതില്ല, അങ്ങനെ നിസ്കരിച്ചു വീട്ടാൻ പാടില്ല. അതേസമയം നോമ്പ് ആർത്തവത്തിൻ്റെ പേരിൽ ഉപേക്ഷിച്ചത്, ഹൈദ് കാരണത്താൽ ഉപേക്ഷിച്ചത് പിന്നീട് നോറ്റുവീട്ടൽ നിർബന്ധമാണ്. സ്ത്രീകൾക്ക് പിന്നീട് അത് നോറ്റുവീട്ടൽ നിർബന്ധമാണ്. ഇതാണ് നോമ്പിൻ്റെ നിബന്ധനകൾ ചുരുക്കത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. പ്രവർത്തനങ്ങളെല്ലാം നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഏതേത് പ്രവർത്തനത്തിനും നിയ്യത്ത് ആവശ്യമാണ്. നോമ്പിനും നിയ്യത്ത് നിർബന്ധമാണ്. എപ്പോഴാണ് നോമ്പിന് നിയ്യത്ത് വെക്കേണ്ടത്? ഫർദായ നിർബന്ധമായ നോമ്പാണോ ഫജ്റിന് മുൻപേ? ഏത് പകലാണോ നമ്മൾ നോമ്പെടുക്കുന്നത് ആ ഫജ്ർ പൊട്ടിവിടരുന്നതിന് മുൻപേ, അഥവാ സുബ്ഹ് ബാങ്കിൻ്റെ സമയമാണത്, അതാകുന്നതിന് മുൻപേ നോമ്പിൻ്റെ നിയ്യത്ത് വേണ്ടതുണ്ട്. ഹഫ്സ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യുബയ്യിതി സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹ്. ആരാണോ ഫജ്റിന് മുൻപേ നോമ്പിൻ്റെ നിയ്യത്ത് കരുതാത്തത് അവന് നോമ്പില്ല. ആരാണോ ഫജ്റിന് മുൻപേ നോമ്പിൻ്റെ നിയ്യത്ത് കരുതാത്തത് അവന് നോമ്പില്ല. ഇതാണ് നോമ്പിൻ്റെ വിധി. ഫർദായ നോമ്പിൻ്റെ നിയ്യത്ത് ഈ സമയത്തായിരിക്കണം. അതേസമയം സുന്നത്തായ നോമ്പാണ് എങ്കിൽ ഒരാൾക്ക് പകലിൽ വേണമെങ്കിൽ തീരുമാനിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വളരെ പ്രസിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകലിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, വീട്ടിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഞാൻ നോമ്പെടുക്കുകയാണ്. പകലാണ് ഈ പറയുന്നത്. അങ്ങനെ സുന്നത്ത് നോമ്പെടുക്കാം. എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ നോക്കിയാൽ, ദീനിൻ്റെ വിധിവിലക്കുകൾ നോക്കിയാൽ, സുന്നത്തായ അമലുകളുടെ കാര്യത്തിൽ പല നിബന്ധനകളിൽ പല ഇളവും കാണാം. കാരണം അത് കൂടുതൽ ചെയ്യാനുള്ള പ്രോത്സാഹനമാണ്. സുന്നത്തായ നിസ്കാരം ഒരാൾക്ക് വേണമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം, നിൽക്കാൻ കഴിവുണ്ടെങ്കിലും. ഫർദായ നിസ്കാരമോ നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ നിന്ന് നിസ്കരിക്കൽ നിസ്കാരത്തിൻ്റെ റുക്നാണ്. കഴിവുണ്ടായിരിക്കുക ഫർദ് നിസ്കാരം ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. അടക്കി നിസ്കരിക്കണം, ഒന്നുകൂടി നിസ്കരിക്കണം. അതേസമയം സുന്നത്തായ നിസ്കാരമാണോ നിൽക്കാൻ കഴിവുണ്ടെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം. നിന്ന് നിസ്കരിച്ച ആളുടെ പകുതി പ്രതിഫലമാണ് ഉള്ളത്. ഇരുന്ന് നിസ്കരിക്കാം നിൽക്കാൻ കഴിവുണ്ടെങ്കിലും. ഖിബ്ല നോക്കൂ നിങ്ങൾ, ഫർദായ നിസ്കാരത്തിന് ഒരാൾ യാത്രയിലാണ് എങ്കിലും ഒരാൾക്ക് വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ നിർബന്ധമാണ്. ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് മാത്രമേ യാത്രയിലായാൽ പോലും ഫർദായ നിസ്കാരം നിസ്കരിക്കാൻ പാടുള്ളൂ.
വാഹനം നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ചില വാഹനങ്ങളുണ്ടാകും. അങ്ങനെയുള്ള വാഹനങ്ങളിൽ ഒരാൾക്ക് സമയം കഴിയും എന്നായാൽ സാധിക്കുന്നത് പോലെ നിസ്കരിക്കാം. അതേസമയം സുന്നത്തായ നിസ്കാരങ്ങളോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് യാത്രയിൽ ചെയ്യാറുണ്ടായിരുന്നത്? ഒട്ടകം ഏത് ദിശയിലേക്ക് പോകുന്നോ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിസ്കരിക്കും. നോക്കൂ, ഖിബ്ലയുടെ കാര്യത്തിൽ ഇളവ്, നിൽക്കുന്ന കാര്യത്തിൽ ഇളവ്, ഇങ്ങനെ പല കാര്യങ്ങളിലും ഇളവുണ്ട്. സുന്നത്തായ അമലുകളുടെ കാര്യത്തിൽ കൂടുതൽ ഇളവുകൾ. എന്തുകൊണ്ടാണ്? അത് കൂടുതൽ ചെയ്യാനുള്ള പ്രോത്സാഹനമാണ്. ഫർദായ നോമ്പാണോ, ഫർദായ നോമ്പിന് രാത്രിക്ക് മുൻപേ നിയ്യത്ത് വേണം. ശരി, റമദാനിലെ ഓരോ ദിവസവും ആകുന്നതിന് മുമ്പ് രാത്രി ഓരോ നോമ്പിനും പ്രത്യേകം നിയ്യത്ത് കരുതേണ്ടതുണ്ടോ? അങ്ങനെ നിയ്യത്ത് കരുതിയില്ല എങ്കിൽ നോമ്പ് സ്വീകരിക്കപ്പെടില്ലേ? അങ്ങനെ നിർബന്ധമില്ല. മറിച്ച് റമദാൻ മാസമായാൽ എല്ലാ മുസ്ലിമീങ്ങളുടെയും നിയ്യത്ത് എന്താണ്? ഒരു മാസത്തിന് നോമ്പാണ്. ആ നിയ്യത്ത് മതി. അതല്ലാതെ ഓരോ രാത്രിയിലും നാളെ ഞാൻ നോമ്പെടുക്കുമെന്ന് മനസ്സിൽ കരുതൽ നിർബന്ധമില്ല. അങ്ങനെ വിട്ടുപോയല്ലോ എന്ന് വിചാരിച്ചിട്ട് നോമ്പ് ഫസാദായി പോവുകയില്ല, അത് നോറ്റ് വീട്ടുകയില്ല. പക്ഷെ ഒരു സന്ദർഭത്തിൽ ശ്രദ്ധിക്കണം. അതെന്താണ്? ഈ നിയ്യത്ത് ഇടക്ക് വെച്ച് മുറിഞ്ഞാൽ, ഒരാൾ രോഗം കാരണത്താലോ മറ്റോ റമദാനിനിടക്ക് വെച്ച് ഒരു നോമ്പ് ഒഴിവാക്കി, അപ്പോൾ അയാളുടെ നിയ്യത്ത് മുറിഞ്ഞു എങ്കിൽ പിന്നെ നോമ്പ് തുടങ്ങുമ്പോൾ എന്ത് വേണം? നിയ്യത്ത് പുതുക്കണം. രാത്രിയിൽ എന്ത് വേണം? നാളെ നോമ്പുകാരനാണെന്ന നിയ്യത്ത് വേണം. അല്ല എങ്കിലോ തുടക്കത്തിൽ ഇനി റമദാൻ തീരുന്നവരെ നോമ്പാണ് എന്ന നിയ്യത്ത് ഒരാൾക്ക് ഉണ്ടായാൽ മതി, അതുമതി. നിയ്യത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നിയ്യത്ത് അതിൻ്റെ മഹൽ, അതിൻ്റെ സ്ഥലം ഖൽബാണ്, ഹൃദയമാണ്. അതല്ലാതെ നിയ്യത്ത് ചൊല്ലി പറയുക കിതാബിലോ സുന്നത്തിലോ തെളിവ് വന്നിട്ടില്ലാത്ത കാര്യമാണ്. നിയ്യത്ത് നോമ്പിൻ്റെതാകട്ടെ നിസ്കാരത്തിൻ്റെതാകട്ടെ ആരും നാവ് കൊണ്ട് ചൊല്ലി പറയേണ്ടതില്ല, ആരും ചൊല്ലി കൊടുക്കേണ്ടതുമില്ല. അങ്ങനെ നിയ്യത്ത് ചൊല്ലി പറയുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത കാര്യമാണ്, സഹാബത്തിൻ്റെ മാതൃകയില്ലാത്ത പുത്തൻ കാര്യമാണ്. മറിച്ച് നിയ്യത്ത് മനസ്സിൽ കരുതിക്കൊള്ളുക. ഇത്രയുമാണ് നോമ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായി നമുക്ക് ഇന്ന് വിശദീകരിക്കാറുള്ളത്. നോമ്പ് മുറിയുന്നതുമായി ബന്ധപ്പെട്ട ചില മസാലകൾ ഇൻഷാ അല്ലാഹ് വരുന്ന ദർസിൽ നമുക്ക് വിശദീകരിക്കാം. വബില്ലാഹി തൗഫീഖ് وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.